സിംഗുലാരിറ്റി ആൻഡ് സീറോ ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. നമ്മളൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. എക്സാമ്പിളായിട്ട് z-2/z-1. ന്യൂമറേറ്റർ സീറോ ഡിക്കേറ്റ് ചെയ്യുമ്പോൾ z ഈക്വൽ ടു 2 എന്ന് നമുക്ക് കിട്ടും. അതിന് നമ്മൾ സീറോ എന്നാണ് വിളിക്കുന്നത്. ഡിനോമിനേറ്റർ സീറോ ഡിക്കേറ്റ് ചെയ്യുമ്പോൾ z ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതിന് ജനറലായിട്ട് സിംഗുലാരിറ്റി എന്നാണ് പറയുന്നത്. അതിലൊരു പോർഷൻ മാത്രമാണ് പോളായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ z ഈക്വൽ ടു 2 വരുമ്പോൾ ഡിനോമിനേറ്റർ സീറോ ഡിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇൻഫിനിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അനലറ്റിക് ആയിരിക്കില്ല. അപ്പോൾ അനലറ്റിക് ആവാത്ത പോയിൻ്റിനെയാണ് നമ്മൾ ജനറലി സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്: ഐസൊലേറ്റഡ്, റിമൂവബിൾ, പോൾ ആൻഡ് എസെൻഷ്യൽ സിംഗുലാരിറ്റി. ഇതിൽ നമുക്ക് ഐസൊലേറ്റഡ്, റിമൂവബിൾ, എസെൻഷ്യൽ സിംഗുലാരിറ്റിയുടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രോബ്ലമായിട്ട് ചോദിക്കും. അപ്പോൾ നമുക്ക് ഐസൊലേറ്റഡ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് കോസ് പൈ ബൈ സെഡ് ബൈ സൈൻ പൈ ബൈ സെഡ് ആണ് ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. ഡിനോമിനേറ്റർ സീറോ ഡിക്കേറ്റ് ചെയ്യുമ്പോൾ സൈൻ പൈ ബൈ സെഡ് ഈക്വൽ ടു 0. ജനറലി സൈൻ എൻ പൈ ആണ് 0. അപ്പോൾ നമുക്ക് പൈ ബൈ സെഡ് ഈക്വൽ ടു എൻ പൈ എന്ന് എഴുതാം. അതിൽ നിന്ന് ഇസഡ് നമുക്ക് 1/n എന്ന് കിട്ടും. അപ്പോൾ എന്നിൻ്റെ ഡിഫറൻറ്റ് വാല്യൂ 1, 2, 3 നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇസഡ് 1, 1/2, 1/3 അങ്ങനെ കിട്ടും. നമുക്ക് ഓരോന്ന് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിന് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. അടുത്ത് പറയുമ്പോൾ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഇപ്പോൾ റിമൂവബിൾ സിംഗുലാരിറ്റി ആണെങ്കിൽ എക്സാമ്പിളായിട്ട് z - sin z/z². സൈൻ ഇസഡിനൊരു എക്സ്പാൻഷൻ ഉണ്ട്. z - z³ 3 പ്ലസ് റേസ് ടു 5/5 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങളത് സോൾവ് ചെയ്യുമ്പോൾ z - sin z ചെയ്യുമ്പോൾ z നമുക്ക് ക്യാൻസലാവും. ബൈ z² വരുമ്പോൾ നിങ്ങളവിടെ ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും z/3 z³ 5 z റേസ് ടു 5/7 അങ്ങനെ കിട്ടും. ഇതിലെന്താണെന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ ക്വസ്റ്റ്യനിൽ ബൈ z² ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഡിനോമിനേറ്ററിലെ ടൈം എല്ലാം പോവും. അപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഡിനോമിനേറ്ററിലെ ടൈം പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് റിമൂവബിൾ സിംഗുലാരിറ്റി എന്നാണ്. ഇനി എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് z+1 ഇൻറ്റു സൈൻ 1/z-2. നേരത്തെ ഇതുപോലെ സൈൻ 1/z-2 നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1/z-2 മൈനസ് 1/3 1/z-2 ഹോൾ ക്യൂബ് അങ്ങനെ കിട്ടും. ഇതിൽ കണ്ടോ z-2 ഈക്വൽ ടു 0 ഡിക്കേറ്റ് ചെയ്യുമ്പോൾ z 2 എന്നാണ് കിട്ടുന്നത്. രണ്ടാമത്തെ ടൈം പക്ഷേ z-2 ഹോൾ ക്യൂബ് ഈക്വൽ ടു 0 അവിടെ z ഈക്വൽ ടു 2 എന്ന് തന്നെയാണ് കിട്ടുന്നത്. z ഈക്വൽ ടു 2 തന്നെയാണ് എസെൻഷ്യൽ സിംഗുലാരിറ്റി എങ്കിലും ആ വാല്യൂ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എസെൻഷ്യൽ സിംഗുലാരിറ്റി. ഇതാണ് നമ്മുടെ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിംഗുലാരിറ്റി.